ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ആണ്ടുവട്ടത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈശോയുടെ തിരുപ്പിറവിയുടെയും പ്രത്യക്ഷവൽക്കരണത്തിൻ്റെയും മാമോദീസയുടെയുമൊക്കെ അനുസ്മരണങ്ങൾക്കും ആഘോഷങ്ങൾക്കും ശേഷം ആരാധനാ വർഷത്തിലെ പുതിയ ഒരു കാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്, ആണ്ടുവട്ടത്തിലേക്ക്. ആണ്ടുവട്ടം എന്നത് പ്രത്യേകമായും ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ അനുസ്മരണവും ആഘോഷവുമാണ് നമ്മുടെ ലിറ്റർജിയിൽ നമ്മൾ അനുവർത്തിക്കുക. ഈശോയുടെ പരസ്യ ജീവിതത്തിലെ പ്രസംഗങ്ങൾ, അവിടുത്തെ അത്ഭുതങ്ങൾ, അവിടുത്തെ ഉപമകൾ, ഇതൊക്കെയായിരിക്കും ഈ കാലഘട്ടത്തിൽ ആണ്ടുവട്ടത്തിൽ സുവിശേഷത്തിൻ്റെ വിഷയമായിട്ട് വരിക. അതുകൊണ്ട് തന്നെ ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിലെ ഒരു സംഭവമാണ് ഈ ആഴ്ചയിലെ സുവിശേഷമായി തിരുസഭാ മാതാവ് നമുക്ക് നൽകുന്നത്. അതായത് യേശു തൻ്റെ അപ്പോസ്തലന്മാരുടെ ഗണത്തിലേക്ക് ആദ്യ ശിഷ്യന്മാരെ നയിക്കുന്ന സംഭവമാണിത്. സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നവർ സ്നാപകൻ്റെ "ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്" എന്ന വാക്കുകൾ കേട്ട് യേശുവിനെ അനുഗമിക്കുന്നതും യേശു അവരെ തന്നോടൊപ്പം ചേർക്കുന്നതുമായ ഒരു സംഭവം. പ്രിയപ്പെട്ടവരെ, എവങ്കേലിയം ക്രിസ്തിയിലേക്ക് സ്വാഗതം. "ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്" എന്ന സ്നാപകൻ്റെ വാക്കുകൾ കേട്ട് യേശുവിനെ അനുഗമിച്ച ആ ശിഷ്യന്മാരോട് യേശു ചോദിക്കുകയാണ്, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? ഈശോയുടെ ആ ചോദ്യത്തിന് മറുപടിയായിട്ട് അവർ മറ്റൊരു ചോദ്യം ഈശോയോട് ചോദിക്കുകയാണ്, ഗുരു, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അപ്പോൾ ഈശോ അവരോട് പറയുന്നു, വന്ന് കാണുക. അങ്ങനെ ആ ശിഷ്യന്മാർ ഈശോ വസിക്കുന്നിടത്ത് ചെല്ലുകയും അവിടുത്തോടൊപ്പം വസിക്കുകയും ചെയ്യുന്നു. അതിലൊരാളായ അന്ത്രയോസ് തൻ്റെ സഹോദരനായ ശിമയോനോട് പറയുന്നു, ഞങ്ങൾ മിശിഹായെ, ക്രിസ്തുവിനെ കണ്ടു എന്ന്. എന്നിട്ട് ശിമയോനെ അന്ത്രയോസ് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരികയും ശിമയോനെ നോക്കി ഈശോ ഇപ്രകാരം പറയുകയും ചെയ്യുന്നു, നീ യോഹന്നാൻ്റെ പുത്രനായ ശിമയോനാണ്. കേപ്പ, പാറ, ഗ്രീക്ക് ഭാഷയിൽ പേത്രോസ് എന്ന് നീ വിളിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ദൈവവിളിയുടെ വളരെ മനോഹരമായ ഒരു വിവരണമാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുക. ഈ ഭാഗം നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തേത്, സ്നാപക യോഹന്നാന് ശിഷ്യന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് പലപ്പോഴും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം മിക്കവാറും നമ്മൾ വിചാരിക്കുക അല്ലെങ്കിൽ ചിന്തിക്കുക, സ്നാപകൻ മരുഭൂമിയിൽ ഒരു ഏകാന്തവാസത്തിൽ വെട്ടുക്കിളികളെ ഭക്ഷിച്ചും ഒട്ടകത്തിൻ്റെ രോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചും ജീവിച്ച ഒരു ഏകാന്തവാസിയായ മനുഷ്യൻ എന്നാണ്. എന്നാൽ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഈ രണ്ട് ശിഷ്യന്മാർ എന്നതിൻ്റെ ഗ്രീക്ക് വാക്ക് മത്തത്തേയി എന്നാണ്. മത്തത്തേയി എന്ന ഗ്രീക്ക് വാക്ക് യഥാർത്ഥത്തിൽ വരുന്നത് ഗ്രീക്കിൽ തന്നെ പഠിക്കുക, അഭ്യസിക്കുക എന്ന ഒരു ക്രിയാപദത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഗ്രീക്ക് വാക്കിൽ മത്താത്തേയി എന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്കും പഠിക്കുന്നവൻ, അഭ്യസിക്കുന്നവൻ, വിദ്യാഭ്യസിക്കുന്നവൻ എന്നൊക്കെയാണ്. അപ്പോൾ ഒരു ഗുരുവിൽ നിന്ന് പഠിക്കുന്നവർ. അപ്പോൾ അങ്ങനെ ഗുരുവിൽ നിന്ന് പഠിക്കുന്നതിന് വേണ്ടി ഗുരുവിനോടൊപ്പം നടക്കുക, ഇതാണ് ശിഷ്യന്മാർ മത്താത്തേയി എന്നതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം അർത്ഥമാക്കുന്നത്. അങ്ങനെ ഈ രണ്ട് ശിഷ്യന്മാർ, സ്നാപകൻ്റെ ഈ സ്റ്റുഡൻസ്, സ്നാപകനിൽ നിന്ന് പഠിക്കുന്നവരായിരുന്നു. ഇതുവരെ അവരുടെ പേരുകൾ സുവിശേഷത്തിൽ പറയുന്നില്ല. ഉടനെ തന്നെ നമ്മൾ കാണുന്നുണ്ട് അതിലൊരാൾ അന്ത്രയോസ് ആയിരുന്നു എന്ന്. മറ്റേ ശിഷ്യൻ്റെ പേര് സുവിശേഷത്തിൻ്റെ അവസാനം വരെയും പറയുന്നില്ല. പക്ഷേ പണ്ഡിതരുടെയൊക്കെ അഭിപ്രായത്തിൽ ഇത് ആ മറ്റേയാൾ എന്ന് പറയുന്നത് സുവിശേഷം രചിച്ചിട്ടുള്ള യേശുവിൻ്റെ പ്രിയ ശിഷ്യനായി തീർന്ന യോഹന്നാൻ തന്നെയായിരിക്കണം എന്നാണ്.
അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ സ്നാപക യോഹന്നാൻ യേശുവിനെ കാണുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ് യേശുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. ബെഹോൾ ദ ലാംബ് ഓഫ് ഗാഡ്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇവിടെ ഈ ബിഹോൾഡ്, ഇതാ എന്നുള്ളതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഇതു എന്നാണ്. ഈ പദം വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മൾ പിന്നീട് കാണും. അപ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നത് നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം വളരെ പരിചിതമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. ഓരോ ദിവസവും നമ്മൾ ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് മുൻപ് യേശുവിൻ്റെ ശരീരമായി മാറിയ അപ്പമെടുത്ത് വൈദികൻ പറയുന്നുണ്ട്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ട്. നമുക്കത് പരിചിതമാണ്. നമുക്കറിയാം ഈശോ തൻ്റെ പീഠാനുഭവത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും ഈ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കിക്കളഞ്ഞവനാണ് എന്ന് നമുക്കറിയാം. എന്നാൽ അന്ത്രയോസും ആ മറ്റ് ശിഷ്യനും ഇത് കേൾക്കുമ്പോൾ അവർക്ക് എന്താണ് മനസ്സിലായിട്ടുണ്ടാവുക? യോഹന്നാൻ അവരോട് പറയുക, ഇതാ ഒരു ആട് എന്ന് തന്നെയാണ്. അതായത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ് അതല്ലേ, ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ ഇയാളൊരു ആടാണ് എന്നാണ് പറയുക. അപ്പോൾ യഥാർത്ഥത്തിൽ സ്നാപക യോഹന്നാൻ തൻ്റെ ശിഷ്യരോട് ഒരു പഠനത്തിൻ്റെ, അവരെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണത്. അതിനുവേണ്ടി ഉപമകൾ ഉപയോഗിക്കുക എന്നുള്ളത് യഹൂദരുടെ ഒരു രീതിയായിരുന്നു. മറ്റൊരു അവസരത്തിൽ സ്നാപക യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്, യേശുവിനെ ചൂണ്ടിക്കാണിച്ച് സ്നാപക യോഹന്നാൻ പറയുക, മണവാട്ടിയുള്ളവനാണ് മണവാളൻ, ഇതാണ് ആ മണവാളൻ എന്ന്. തീർത്തും അവിവാഹിതനായ ഒരു യുവാവിനെ കാണിച്ചുകൊണ്ടാണ് മണവാളൻ എന്ന് പറയുക. അതൊക്കെ വിചിത്രമായ രീതികളാണ്. ഉപമകൾ ഉപയോഗിച്ചുകൊണ്ട്, റിഡിൽസ് ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുക എന്നുള്ളത് അക്കാലത്തിലുണ്ടായ ഗുരുക്കന്മാരുടെ പ്രത്യേക രീതിയായിരുന്നു. അപ്പോൾ ഇവിടെയും സ്നാപക യോഹന്നാൻ 2 പ്രതീകങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ യോഹന്നാൻ 2 പ്രതീകങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒന്നാമത്തേത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന പുറപ്പാടിലെ ആ പെസഹ കുഞ്ഞാട്. ഈ പെസഹ കുഞ്ഞാട് മൂലമാണ് ഇസ്രായേൽ ജനം മരണത്തിൻ്റെ ദൂതനിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നതും ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട നാട്ടിലേക്ക് എത്തുന്നതും. പിന്നീട് ഈ പെസഹ കുഞ്ഞാടിൻ്റെ ബലി അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് മാറുന്നുണ്ട്. അവരുടെ പാപമോചനത്തിനുള്ള ബലികളുമായിട്ട് ഇതിനെയൊക്കെ ബന്ധപ്പെടുത്തുന്നത് പിന്നീടുള്ള ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രതീകം ഇസ്യാസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ 33-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന കർത്താവിൻ്റെ സഹിക്കുന്ന ദാസൻ്റെ പ്രതീകമാണ്. കർത്താവിൻ്റെ ഈ സഹനദാസൻ അക്ഷരാർത്ഥത്തിൽ ജനങ്ങളുടെ പാപങ്ങൾ മുഴുവനും തൻ്റെ മേൽ സ്വീകരിക്കുന്നു. അങ്ങനെ തൻ്റെ മേൽ സ്വീകരിക്കുന്ന അവനെക്കുറിച്ച് ഇസ്യാസ് പ്രവാചകൻ പറയുക, കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ നിശബ്ദനായിരുന്നു എന്നാണ് ആ സഹനദാസനെ കുറിച്ച് പറയുക. അപ്പോൾ യോഹന്നാൻ ഇവിടെ യേശുവിനെ പുതിയ പെസഹ കുഞ്ഞാടായും അതോടൊപ്പം തന്നെ ഇസയാസ് പ്രവാചകൻ പ്രവചിക്കുന്ന കർത്താവിൻ്റെ സഹനദാസനായും തൻ്റെ ശിഷ്യന്മാർക്ക് അവതരിപ്പിച്ചു കൊടുക്കുകയാണ്, തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ യോഹന്നാൻ അറിയാം, തൻ്റെ ജ്ഞാനസ്നാനം പാപമോചനത്തിന് വേണ്ടിയുള്ള അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനമായിരുന്നെങ്കിൽ ഇതാ ഈ മനുഷ്യനാണ് ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളും സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങാനിരിക്കുന്നവൻ. ഇതാ ഇവനാണ് രക്ഷകൻ. ഇതാ ഇവനാണ് എൻ്റെ പിന്നാലെ വരുന്നവൻ, എന്നേക്കാൾ വലിയവനാണ് എന്ന് ഞാൻ പറഞ്ഞവൻ. ഇനി നിങ്ങൾ എന്നെ അനുഗമിക്കുന്നതിൽ അർത്ഥമില്ല. ഇവനാണ് ലോകത്തിലേക്ക് വരുവാനുള്ള രക്ഷകൻ.
ഇതാണ് തൻ്റെ ശിഷ്യന്മാർക്ക് ഈശോയെ യോഹന്നാൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെ എന്ത് പറ്റുന്നു? ആ 2 ശിഷ്യന്മാരും യോഹന്നാൻ്റെ തന്നെ വാക്കുകൾ കേട്ട് യോഹന്നാനെ അനുഗമിക്കുന്നത് നിർത്തി. യോഹന്നാൻ്റെ ശിഷ്യന്മാരായിരിക്കുന്നത് നിർത്തിയിട്ട് അവർ യേശുവിനെ അനുഗമിക്കുവാനായിട്ട് ആരംഭിക്കുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരാകുവാനായിട്ട് ആരംഭിക്കുന്നു. ഇവിടെയാണ് യോഹന്നാൻ പറയുക, ഞാൻ കുറയുകയും അവൻ വളരുകയും വേണം എന്ന യോഹന്നാൻ്റെ ആ വാക്കുകൾ അർത്ഥപൂർണമാകുന്നത്. ഇതാണ് ഒരു പുതിയ ശിഷ്യത്വത്തിൻ്റെ ആരംഭം, ഒരു പുതിയ ശിഷ്യത്വം. അവരങ്ങനെ നമ്മളൊന്നും ഭാവനയിൽ കണ്ടു നോക്കുക. യോഹന്നാൻ ഈശോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ ഈശോ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ 2 ശിഷ്യന്മാർ യോഹന്നാനെ പിറകിൽ ഉപേക്ഷിച്ചിട്ട് ഈശോയുടെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ്, അനുഗമിക്കുന്നു. ദേ ആർ ഫോളോയിങ് ഹിം, അനുഗമിക്കുകയാണ്. അപ്പോൾ ഈശോ തന്നെ 2 പേർ പിറകിൽ നിന്ന് തന്നെ അനുഗമിക്കുന്നത് അറിഞ്ഞിട്ട് ഈശോ തിരിഞ്ഞു നോക്കുന്നു. എന്നിട്ട് ഈശോ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? അപ്പോൾ അവർ ചോദിക്കുന്നു, റബ്ബി, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് എന്ന ചോദ്യത്തിന് യഥാർത്ഥത്തിൽ അവർക്ക് കൃത്യമായ ഒരു ഉത്തരമില്ല. അവരവിടേക്ക് ആ ഉത്തരത്തിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ സ്നാപക യോഹന്നാൻ്റെ വാക്കുകൾ കേട്ട് യേശുവിൻ്റെ പിന്നാലെ വന്നവരാണ്. സ്നാപക യോഹന്നാൻ്റെ വാക്കുകൾ മാത്രമാണ് അവർക്കതിനുള്ള ബലം. അതുകൊണ്ടാണ് അവർ ചോദിക്കുക, റബ്ബി, അങ്ങ് എവിടെയാണ് വസിക്കുക? ഈശോ അവരോട് പറയുന്നു, കം ആൻഡ് സീ, വന്ന് കാണുക, വന്ന് കാണുക. ഇതൊരു ഇൻവിറ്റേഷനാണ്, ഇതൊരു ക്ഷണമാണ്. എന്തിന്? തന്നോടൊപ്പം ഒരു ശിഷ്യനായി ചേരുവാൻ, തന്നോടൊപ്പം വസിക്കുവാൻ. ഇത് ഒരു ക്ഷണമാണ്. ഇതാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവുക. എന്നാൽ ഇത് ഒന്നുകൂടി കുറച്ചുകൂടി ആഴമേറിയ ഒരു അർത്ഥതലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈശോ അവരോട് ചോദിക്കുന്ന ചോദ്യത്തിന് കുറച്ചുകൂടെ ആഴത്തിലുള്ള അർത്ഥമുണ്ട്. ചോദിക്കുക, നിങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്നത്? നമുക്കറിയാം, എല്ലാ സംസ്കാരങ്ങളിലും ഒരു ഏൻഷ്യൻ്റ് ആയിട്ടുള്ള സിവിലൈസേഷൻസിലെല്ലാം ദാർശനികമായൊരു ചോദ്യമായിരുന്നു ഇത്. അവരെല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവർ. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ കാണാം, നമ്മുടെ ഋഷിമാരൊക്കെ അന്വേഷിക്കുന്നവരായിരുന്നു. എന്തായിരുന്നു അവരുടെ അന്വേഷണം? ആരാണ് ഞാൻ? എന്താണ് മനുഷ്യൻ? എന്താണ് ഈ ലോകം? എന്താണ് ദൈവം? എന്നൊക്കെയുള്ളൊരു എല്ലാ സംസ്കാരങ്ങളിലും ഇങ്ങനെ അന്വേഷണത്തിൽ ആയിരിക്കുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. ലോകത്തിലെ ദർശനങ്ങൾ എല്ലാം തന്നെ പിറവിയെടുത്തിരിക്കുന്നത് ഈ ഒരു അന്വേഷണത്തിലൂടെയാണ്. അതാണ് ഈശോയും അവരോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? മറ്റു സംസ്കാരങ്ങളിലൊക്കെ ഈ അന്വേഷണങ്ങൾക്കൊക്കെ മറുപടിയായിട്ട് അവർക്ക് ലഭിച്ചിരിക്കുന്ന ഉത്തരം അത് മിക്കവാറും ചില ആശയങ്ങളായിരിക്കും, ചില വെളിപാടുകളായിരിക്കും, അല്ലെങ്കിൽ ചില ആത്മസാക്ഷാത്കാരങ്ങൾ, ചില എൻലൈറ്റൻമെൻറ്റുകളായിരിക്കും. എന്നാൽ ഒരു ക്രിസ്തു ശിഷ്യൻ്റെ അന്വേഷണത്തിൻ്റെ ഉത്തരം ഒരു ആശയമോ ഒരു വെളിപാടോ അല്ല, മറിച്ച് അതൊരു വ്യക്തിയാണ്. ഇറ്റ്സ് എ പേഴ്സൺ. സമരിയാക്കാരിയായ സ്ത്രീയെ പോലെ തന്നെ അവൾ ദാഹം ശമിപ്പിക്കുന്ന ജലം അന്വേഷിച്ചു. എന്നാൽ അവൾക്ക് നൽകപ്പെടുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ നിത്യജീവൻ്റെ ജലമായ യേശു എന്ന് പറയുന്ന വ്യക്തിയെ തന്നെയാണ് അവൾക്ക് നൽകപ്പെടുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു ക്രൈസ്തവ ശിഷ്യൻ്റെ അന്വേഷണത്തിൻ്റെ ഉത്തരം യേശു എന്ന് പറയുന്ന വ്യക്തിയാണ്. ശിഷ്യന്മാർ മിശിഹായെയാണ്, രക്ഷകനെയാണ് അന്വേഷിച്ചത്. അവർ അവരുടെ അന്വേഷണത്തിൻ്റെ ഉത്തരം യേശു എന്ന വ്യക്തിയിൽ കണ്ടുമുട്ടുകയാണ്. അവർ ചോദിക്കുന്നു, അങ്ങ് എവിടെ വസിക്കുന്നു? വസിക്കുക എന്നതിൻ്റെ ഗ്രീക്ക് വാക്ക് മെനയോ എന്നാണ്. മെനയോ, അതായത് ടു റിമെയിൻ എന്നുള്ള ഇംഗ്ലീഷ് വാക്ക്, ടു റിമെയിൻ, വസിക്കുക, നിലനിൽക്കുക. അപ്പോൾ ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോ തന്നെ പിന്നീട് പറയുന്നുണ്ട്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിൽ വസിക്കും. ഹി വിൽ റിമെയിൻ വിത്ത് മീ, ഹി വിൽ എബൈഡ് ഇൻ മീ ആൻഡ് ഐ വിൽ എബൈഡ് ഇൻ ഹിം. അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും.
വസിക്കുക. ടു റിമെയിൻ എന്നതിൻ്റെ അർത്ഥം യേശുവിനോടൊപ്പം ഏറ്റവും ഒരു ഇൻറ്റിമേറ്റായിട്ട്, വളരെ വ്യക്തിപരമായിട്ട് ഏറ്റവും ചേർന്ന് ആയിരിക്കുക എന്നാണ്. ഏറ്റവും ചേർന്നായിരിക്കുക. അതായത് യേശുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, അവിടുത്തോടൊപ്പം വസിക്കണം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് പലരെയുമൊക്കെ. ചില ആളുകൾ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ അവരാരും യേശുവിൽ വസിക്കുന്നില്ല, യേശുവിനോടൊപ്പം വസിക്കുന്നില്ല, റിമെയിൻ ചെയ്യുന്നില്ല. യോഹന്നാൻ പറയുക, യേശുവിൽ വസിക്കുകയും യേശുവിൽ വിശ്വസിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുകയും അത് യേശുവിനോടൊപ്പം വസിക്കുന്നതിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യണം. ഇതാണ് യഥാർത്ഥ ക്രൈസ്തവ ശിഷ്യത്വം. അവർ പിന്നീട് സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാരല്ല, ഇപ്പോൾ അവർ യേശുവിൻ്റെ ശിഷ്യന്മാരായി തീർന്നു. എങ്ങനെയാണ്? അവർ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് മാത്രമായില്ല, യേശുവിൽ വസിച്ചുകൊണ്ട്. ഇതാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, ഇതൊരു ദൈവവിളിയുടെ അത്യുദാത്തമായ വിവരണമാണ്. യേശുവിൽ വിശ്വസിക്കുക മാത്രം പോരാ ഒരു യഥാർത്ഥ ക്രൈസ്തവ ജീവിതത്തിന്. യേശുവിൽ വിശ്വസിക്കുകയും അവിടുത്തോടൊപ്പം വസിക്കുകയും ചെയ്യുക. അതാണ് യഥാർത്ഥ ക്രൈസ്തവ ശിഷ്യത്വം. ഈശോ ആ ശിഷ്യന്മാരെ ഇൻവൈറ്റ് ചെയ്യുന്നത് പോലെ നമ്മെ ഓരോരുത്തരെയും അവിടെ നിന്ന് ഇങ്ങനെ ക്ഷണിക്കുകയാണ് തൻ്റെ ശിഷ്യനായിരിക്കുവാൻ. ഈശോ പറയുന്നു, വന്ന് കാണുക, വന്ന് കാണുക. വന്ന് കാണുക എന്നുള്ളതിൻ്റെ ആ ഒറാവോ എന്നാണ് കാണുക എന്നുള്ളതിൻ്റെ ഗ്രീക്ക് വാക്ക്. ഒറാവോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ കണ്ണുകൊണ്ടുള്ള ഒരു കാഴ്ച മാത്രമല്ല, ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ സ്വന്തമാക്കുക എന്നുകൂടെ അതിൻ്റെ അർത്ഥമുണ്ട്. സ്വന്തമാക്കുക, വന്ന് എന്നെ സ്വന്തമാക്കുക. അതാണ് യഥാർത്ഥത്തിൽ ഈശോ പറയുക. ഒരാവോ, വന്ന് കാണുക എന്ന് പറയുമ്പോൾ വന്ന് എന്നെ സ്വന്തമാക്കുക. എൻ്റെ പിതാവിനോടൊപ്പം ഞാൻ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് വസിക്കുവിൻ, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. അപ്പോൾ ഈശോയും പിതാവും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിലേക്ക് ഈശോയും അവിടുത്തെ ശിഷ്യന്മാരും തമ്മിൽ ആയിത്തീരുവാനായിട്ട് ഈശോ നമ്മെ ക്ഷണിക്കുകയാണ് ഈ ഒരു ദൈവവിളിയുടെ വിവരണത്തിലൂടെ. ഈ വിളി നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്, പ്രത്യേകിച്ച് യുവാക്കളായിട്ടുള്ള യുവക്കൾക്ക് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാവുന്നൊരു കാര്യമാണ്. യേശുവിനോടൊപ്പം, യേശുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരെ, യേശുവിനോടൊപ്പം വസിക്കുക, യേശുവിൻ്റെ സ്വന്തമായിരിക്കുക, യേശുവിനെ സ്വന്തമാക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ക്രൈസ്തവ ശിഷ്യത്വത്തിൻ്റെ സവിശേഷതയാണ്. ഏവർക്കും അനുഗ്രഹപ്രദമായ നല്ല ഒരു ഞായറാഴ്ച ആശംസിക്കുന്നു. നന്ദി.